എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മളെല്ലാവരെയും ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ലിംഗനീതിയിലധിഷ്ഠിതമായ സമൂഹത്തിനായി, അല്ലെങ്കിൽ ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി എന്നാണ്. അടുത്തിടെ 2023 ഓഗസ്റ്റ് 8 കേരള ഹൈക്കോടതി ഒരു സുപ്രധാനമായ കാര്യം പറഞ്ഞു. ലിംഗവും ലൈംഗികതയും വ്യത്യസ്തമായ ആശയങ്ങളാണ്. ഓരോ വ്യക്തിക്കും അവരുടെ ലിംഗം സ്വയം നിർണയിക്കാൻ അവകാശമുണ്ട്. അപ്പോ കൂട്ടുകാരെപ്പോഴെങ്കിലും ഈ ജെൻഡർ, സെക്സ് എന്നീ വാക്കുകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ആധാർ കാർഡിലും സ്കൂൾ രേഖകളിലും ജനന സർട്ടിഫിക്കറ്റിലും എല്ലാം ഇത് കാണാറുണ്ടല്ലേ? പലപ്പോഴും നമ്മൾ ഈ വാക്കുകൾ ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കാറ്. എന്നാൽ അവ രണ്ടും രണ്ടാണ്. നമുക്കതൊന്ന് വിശദമായി നോക്കിയാലോ? ആദ്യം സെക്സ് എന്താണെന്ന് നോക്കാം. ഇതൊരു ബയോളജിക്കൽ കാര്യമാണ്. അതായത് ജനിക്കുമ്പോൾ ക്രോമസോമുകൾ, ശാരീരിക ഘടന, ഹോർമോണുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ പുരുഷനോ സ്ത്രീയോ ആയി നിർവചിക്കുന്നതിനെയാണ് സെക്സ് എന്ന് പറയുന്നത്. ഇതൊരു അസ്ക്രൈബ്ഡ് സ്റ്റേറ്റസ് ആണ്. അതായത് ജന്മനാ നമുക്ക് ലഭിക്കുന്ന ഒരു പദവി. നമുക്കിത് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ജെൻഡർ? ജെൻഡർ എന്നത് ഒരു സാമൂഹിക നിർമ്മിതിയാണ്, അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റ്. ഒരു പ്രത്യേക സമൂഹത്തിൽ ആണും പെണ്ണും എങ്ങനെ പെരുമാറണം, ചിന്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള സാമൂഹികവും സാംസ്കാരികവും മനഃശാസ്ത്രപരവുമായ ധാരണകളെയാണ് ജെൻഡർ എന്ന് പറയുന്നത്. ഇതൊരു ബയോളജിക്കൽ കാര്യമല്ല. അത് ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായിരിക്കും, കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, പിങ്ക് നിറം പെൺകുട്ടികൾക്കും നീല നിറം ആൺകുട്ടികൾക്കുമാണെന്ന ഒരു ധാരണയുണ്ട്. ഇതിന് എന്തെങ്കിലും ബയോളജിക്കൽ അടിസ്ഥാനമുണ്ടോ? ഇല്ല. ഇതൊരു സാമൂഹിക ശീലം മാത്രമാണ്. ഇതൊരു അച്ചീവ്ഡ് സ്റ്റേറ്റസ് ആണ്. അതായത് സമൂഹവുമായുള്ള ഇടപെടലുകളിലൂടെ നമ്മൾ പഠിക്കുകയും ആർജിക്കുകയും ചെയ്യുന്ന ഒരു പദവിയാണിത്. ഇനി സമൂഹത്തിൽ പുരുഷനെന്നും സ്ത്രീയെന്നും കൽപ്പിച്ചിട്ടുള്ള ചില ധാരണകളുണ്ട്. പുരുഷൻ ധൈര്യത്തിന്റെ പ്രതീകമാണെന്നും സ്ത്രീകൾ വാത്സല്യത്തിന്റെ പ്രതീകമാണെന്നും നമ്മൾ കേൾക്കാറുണ്ട്. പുരുഷന്മാർ കരയാൻ പാടില്ല, സ്ത്രീകൾ വേഗം വികാരാധീനരാകും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇതെല്ലാം ജെൻഡറുമായി ബന്ധപ്പെട്ട സാമൂഹിക കാഴ്ചപ്പാടുകളാണ്. നമ്മൾ ജനിക്കുമ്പോൾ കിട്ടുന്ന സെക്സ് അനുസരിച്ചുള്ള ജെൻഡർ തന്നെ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ചില ആളുകൾക്ക് അവരുടെ സെക്സുമായി പൊരുത്തപ്പെടാത്ത ഒരു ജെൻഡർ ഐഡന്റിറ്റി ഉണ്ടാകാം. അങ്ങനെ സമൂഹം പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ലിംഗസ്വത്വമുള്ളവരെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കുന്നത്. ട്രാൻസ് മാൻ, ട്രാൻസ് വുമൺ എന്നിവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇനി ഈ ജെൻഡർ ധാരണകളൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? അതിനെയാണ് സമൂഹവൽക്കരണം, അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ജനനം മുതൽ മരണം വരെ നീണ്ടുനിൽക്കുന്ന ഒരു പഠന പ്രക്രിയയാണ് ഇത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് സമൂഹത്തെക്കുറിച്ചോ സാമൂഹിക പെരുമാറ്റത്തെക്കുറിച്ചോ അറിയില്ല. എന്നാൽ കുടുംബം, സ്കൂൾ, സുഹൃത്തുക്കൾ, മാധ്യമങ്ങൾ എന്നിവയിലൂടെയെല്ലാം കുട്ടി ആ സമൂഹത്തിലെ മൂല്യങ്ങളും ശീലങ്ങളും പഠിക്കുന്നു. ഈ പ്രക്രിയയാണ് സമൂഹവൽക്കരണം. ഈ സമൂഹവൽക്കരണത്തിലൂടെയാണ് ജെൻഡറുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളും പെരുമാറ്റങ്ങളും ഓരോ വ്യക്തിയും പഠിക്കുന്നത്. ഇനി നമുക്ക് ജെൻഡർ റോളുകളെക്കുറിച്ച് സംസാരിക്കാം. ഒരു പ്രത്യേക പദവി വഹിക്കുന്ന ആൾ എങ്ങനെ പെരുമാറണമെന്ന സമൂഹത്തിന്റെ പ്രതീക്ഷയാണ് റോൾ എന്ന് പറയുന്നത്. അപ്പോ ജെൻഡർ റോൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരും സ്ത്രീകളും എന്ത് ചെയ്യണം, പറയണം, ധരിക്കണം, എങ്ങനെ പെരുമാറണമെന്നതിനെക്കുറിച്ചുള്ള സാമൂഹിക പ്രതീക്ഷകളാണ്. ഉദാഹരണത്തിന്, കുടുംബം പുലർത്തേണ്ടത് പുരുഷന്റെ ഉത്തരവാദിത്വവും വീട്ടുജോലികൾ ചെയ്യേണ്ടത് സ്ത്രീകളുമാണെന്നുമുള്ള ധാരണ ഒരു ജെൻഡർ റോളാണ്. ഇത്തരം റോളുകൾ വ്യക്തികളുടെ ഇഷ്ടങ്ങളെയും കഴിവുകളെയും പരിമിതപ്പെടുത്തുന്നു. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ക്ലൗഡിയ ഗോൾഡൻ എന്ന വനിതയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? തൊഴിൽ സേനയിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തെയും വരുമാനത്തിലെ ലിംഗപരമായ വ്യത്യാസങ്ങളെയും കുറിച്ചുള്ള ഗവേഷണത്തിനാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത്. ഇനി നമുക്ക് ജെൻഡർ സ്റ്റീരിയോടൈപ്പുകളെക്കുറിച്ച് നോക്കാം. ഇതൊരു സാമൂഹിക തരംതിരിവാണ്. ലളിതവൽക്കരിച്ചതും തെറ്റിദ്ധാരണ നിറഞ്ഞതുമായ ചില അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ തരംതിരിക്കുന്നതിനെയാണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്,
എല്ലാ സ്ത്രീകളും വാത്സല്യമുള്ളവരാണ്, കായിക വിനോദങ്ങളും ഡ്രൈവിംഗും ആൺകുട്ടികൾക്ക് കൂടുതൽ അനുയോജ്യമാണ്, ശാരീരിക അധ്വാനം ആവശ്യമുള്ള ജോലികൾ സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് ജെൻഡർ സ്റ്റീരിയോടൈപ്പുകളാണ്. ഇവ മിക്കവാറും തെറ്റായതോ ഭാഗികമായി മാത്രം ശരിയായതോ ആയ കാരണങ്ങളാണ്. ഇത്തരം സ്റ്റീരിയോടൈപ്പുകൾ പ്രചരിപ്പിക്കുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾക്കും ഒരു പങ്കുണ്ട് കേട്ടോ. നിങ്ങൾ ടിവിയിലെ പരസ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കറി പൗഡർ, പാത്രം കഴുകുന്ന സോപ്പ് തുടങ്ങിയവയുടെ പരസ്യങ്ങളിൽ കൂടുതലും സ്ത്രീകളെയാണ് കാണുന്നത്. എന്നാൽ ബൈക്ക്, കാറ്, സിമന്റ്, സ്പോർട്സ് ഉപകരണങ്ങൾ എന്നിവയുടെ പരസ്യങ്ങളിൽ പുരുഷന്മാരെയും. ഇത് നിലവിലുള്ള ജെൻഡർ സ്റ്റീരിയോടൈപ്പുകളെ കൂടുതൽ ഉറപ്പിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിലും ഈ ജെൻഡർ വ്യത്യാസം കാണാൻ കഴിയും. ഉദാഹരണത്തിന് ലേഡി ഡോക്ടർ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ മെയിൽ ഡോക്ടർ എന്ന് പറയാറുണ്ടോ? ഇല്ല. ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പുരുഷന്റെ രൂപം വരാനുള്ള കാരണം ഇതാണ്. ഇത്തരം സ്റ്റീരിയോടൈപ്പുകളെ എങ്ങനെ പ്രതിരോധിക്കാം? ലിംഗഭേദമില്ലാത്ത എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വാക്കുകൾ അല്ലെങ്കിൽ ജെൻഡർ ഇൻക്ലൂസീവ് ടേംസ് ഉപയോഗിക്കുക എന്നതാണ് ഒരു മാർഗം. ഉദാഹരണത്തിന് ടീച്ചർ, എഞ്ചിനീയർ, ഡോക്ടർ, പോലീസ് എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ അതാണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. ഇവയെല്ലാം ജെൻഡർ ഇൻക്ലൂസീവ് വാക്കുകളാണ്. ഈ ജെൻഡർ റോളുകളും സ്റ്റീരിയോടൈപ്പുകളും സാമൂഹിക ശീലങ്ങളും എല്ലാം ജെൻഡർ അസമത്വത്തിലേക്ക് നയിക്കുന്നു. ഇത് ജെൻഡറിന്റെ പേരിലുള്ള വിവേചനങ്ങൾക്കും അതിക്രമങ്ങൾക്കും കാരണമാകുന്നു. ഇനി നമുക്ക് സാമൂഹിക ശ്രേണീകരണത്തെക്കുറിച്ച് നോക്കാം. സമൂഹത്തിലെ വ്യക്തികളെ പല തട്ടുകളായി സമത്വമില്ലാതെ ഒരു ശ്രേണി പോലെ ക്രമീകരിക്കുന്നതിനെയാണ് സാമൂഹിക ശ്രേണീകരണം, അതായത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ വ്യവസ്ഥയിൽ ഉയർന്ന തട്ടിലുള്ളവർക്ക് കൂടുതൽ പദവികളും താഴ്ന്ന തട്ടിലുള്ളവർക്ക് കുറഞ്ഞ പദവികളും ലഭിക്കുന്നു. ചരിത്രത്തിൽ നിലനിന്നിരുന്ന അടിമത്തവും ജാതിവ്യവസ്ഥയുമെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായ പദവിയാണോ ഉള്ളത്? കൂട്ടുകാർക്ക് എന്തു തോന്നുന്നു? ഇനി ലിംഗാധിഷ്ഠിതമായ അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കാം. പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കൂ. സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം, ട്രാൻസ്ജെൻഡറിനെ പൊതുസ്ഥലത്ത് അപമാനിച്ചു, ജോലിസ്ഥലത്ത് ലൈംഗികാതിക്രമം, ഇതെല്ലാം ജെൻഡറിന്റെ പേരിലുള്ള അതിക്രമങ്ങളാണ്. എന്താണൊരു നീതിയുക്തമായ സമൂഹം അല്ലെങ്കിൽ എ ജസ്റ്റ് സൊസൈറ്റി? ജാതി, മതം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവുമില്ലാതെ ഓരോ വ്യക്തിക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ലഭിക്കുന്ന ഒരു സമൂഹമാണിത്. വി.ആർ. കൃഷ്ണ അയ്യർ പറഞ്ഞത്, ഒരു സമൂഹത്തിലെ ഓരോ അംഗവും സന്തോഷവും ക്ഷേമവും അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് ആ സമൂഹം നീതിയുക്തമാകുന്നത് എന്നാണ്. ലിംഗവിവേചനത്തിനെതിരെ നമ്മുടെ ചരിത്രത്തിൽ ഒരുപാട് പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം അഥവാ മാറുമറയ്ക്കൽ സമരം, അതായത് അപ്പർ ക്ലോത്ത് റിവോൾട്ട്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അവകാശമുണ്ടെന്ന തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ വിളംബരത്തോടെയാണ് ഈ സമരം അവസാനിച്ചത്. അതുപോലെ താഴ്ന്ന ജാതിയായി കണക്കാക്കപ്പെട്ടിരുന്ന പുലയ സമുദായത്തിലെ സ്ത്രീകൾ കല്ലുകൊണ്ടോ പൊട്ടിയ ഗ്ലാസ് കഷണങ്ങൾ കൊണ്ടോ ഉള്ള മാലകൾ ധരിക്കണമെന്നൊരു ദുരാചാരം നിലനിന്നിരുന്നു. അതിനെതിരെ അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ കൊല്ലത്തിനടുത്തുള്ള പെരിനാട്ടിൽ നടന്ന സമരമാണ് കല്ലുമാല സമരം അഥവാ കല്ലുമാല അപ്രൈസിംഗ്. ഇവയെല്ലാം ജാതിയുടെ പേരിലുള്ള അടിച്ചമർത്തലിനൊപ്പം ലിംഗവിവേചനവും നേരിട്ട സ്ത്രീകൾ നടത്തിയ ചരിത്രപരമായ പോരാട്ടങ്ങളാണ്. ആവേശത്തോടെ അവർ അന്ന് നിലനിന്നിരുന്ന സാമൂഹിക നിയമങ്ങളെയും സ്റ്റീരിയോടൈപ്പുകളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് വിവേചനങ്ങളെ മറികടന്നത്. പണ്ടുകാലത്ത് സമൂഹത്തിൽ നിയമം പോലെ നിലനിന്നിരുന്ന ചില അലിഖിത നിയമങ്ങളുണ്ട്. ഇവയെ സാമൂഹിക നിയമങ്ങൾ, അതായത് സോഷ്യൽ നോംസ് എന്നു പറയുന്നു. സതി, തൊട്ടുകൂടായ്മ തുടങ്ങിയവയെല്ലാം അത്തരം സാമൂഹിക നിയമങ്ങളായിരുന്നു. എന്നാൽ പിന്നീട് വിശാലമായ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിയമനിർമ്മാണത്തിലൂടെ ഇവയെല്ലാം നിരോധിക്കപ്പെട്ടു. 1987-ലെ സതി നിരോധന നിയമത്തിലൂടെ ഇന്ത്യയിൽ സതി എന്ന ദുരാചാരം നിർത്തലാക്കി. അതുപോലെ ഭരണഘടനയുടെ 17-ാം അനുച്ഛേദത്തിലൂടെയും 1955-ലെ തൊട്ടുകൂടായ്മ കുറ്റകൃത്യങ്ങൾ നിയമത്തിലൂടെയും ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ നിരോധിച്ചു. ഇത് കാണിക്കുന്നത് ദോഷകരമായ സാമൂഹിക നിയമങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയുമെന്നാണ്. ഇനി നമ്മുടെ ഭരണഘടന ലിംഗനീതിയെക്കുറിച്ചെന്തു പറയുന്നു എന്ന് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്.
നമ്മുടെ ഭരണഘടന ലിംഗപരമായ അസമത്വങ്ങളില്ലാത്ത ഒരു നീതിയുക്തമായ സമൂഹമാണ് വിഭാവനം ചെയ്യുന്നത്. അനുച്ഛേദം 14 നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ഉറപ്പു നൽകുന്നു. അനുച്ഛേദം 15 ലിംഗത്തിന്റെ പേരിൽ ഒരു വ്യക്തിയോടും വിവേചനം പാടില്ലെന്ന് വ്യക്തമാക്കുന്നു. അനുച്ഛേദം 16 പൊതു തൊഴിലവസരങ്ങളിൽ എല്ലാ ലിംഗക്കാർക്കും തുല്യ അവസരം ഉറപ്പു നൽകുന്നു. അനുച്ഛേദം 19(1) എ വസ്ത്രധാരണം, പെരുമാറ്റം, പ്രവൃത്തി എന്നിവയിലൂടെ ഓരോ വ്യക്തിക്കും അവരുടെ ലിംഗസത്വം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നു. അനുച്ഛേദം 21 എല്ലാ ലിംഗക്കാർക്കും അന്തസ്സിനും വ്യക്തിസ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും അവകാശമുണ്ടെന്ന് ഉറപ്പു നൽകുന്നു. അനുച്ഛേദം 51 എ സ്ത്രീകളുടെ അന്തസ്സിന് കോട്ടം തട്ടുന്ന ആചാരങ്ങൾ ഉപേക്ഷിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കടമയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. 2014 NALSA വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പ്രസ്താവിച്ചു. ലിംഗപരമായ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നതാണ് നമ്മുടെ ഭരണഘടനയെന്ന് കോടതി വ്യാഖ്യാനിച്ചു. അതുപോലെ സെക്സിനൊപ്പം ജെൻഡറും ഒരു വ്യക്തിയുടെ സാമൂഹിക പദവിയുടെ അടിസ്ഥാനമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. അപ്പോൾ ഭരണഘടന വിഭാവന ചെയ്യുന്ന ഈ തുല്യതയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാനും ലിംഗവിവേചനമില്ലാതാക്കാനും നമ്മൾ എന്തു ചെയ്യണം? നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? 1. ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാഭ്യാസം നൽകണം. 2. ജെൻഡർ സ്റ്റീരിയോടൈപ്പുകളെ ചോദ്യം ചെയ്യണം. 3. ജെൻഡർ വിവേചനത്തിന് കാരണമാകുന്ന സാമൂഹിക നിയമങ്ങളെ വെല്ലുവിളിക്കണം. 4. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തുല്യതയുള്ള തൊഴിലിടങ്ങൾ ഉറപ്പാക്കണം. എല്ലാ ലിംഗത്തിലുള്ള വ്യക്തികൾക്ക് തുല്യമായ പരിഗണന ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും ഈ ഉൾക്കൊള്ളൽ പ്രക്രിയയിൽ പങ്കാളികളാകേണ്ടതും സമൂഹത്തിലെ ഓരോ അംഗത്തിന്റെയും സാമൂഹിക ഉത്തരവാദിത്വമാണ്. ലിംഗവിവേചനം എന്നത് ഒരു ലിംഗത്തിന്റെ ആധിപത്യത്തിനുവേണ്ടി മറ്റു ലിംഗങ്ങളെ അടിച്ചമർത്തുന്ന പ്രക്രിയയാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാകണം. അപ്പോൾ കൂട്ടുകാരെ, എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ, എങ്ങനെയാണ് സമൂഹം ജെൻഡർ റോളുകളും സ്റ്റീരിയോടൈപ്പുകളും നിർമ്മിക്കുന്നത്, അത് എങ്ങനെ അസമത്വത്തിലേക്ക് നയിക്കുന്നു എന്നിവയൊക്കെ നമ്മൾ പഠിച്ചു. ഇവയെല്ലാം തിരിച്ചറിഞ്ഞ് നമ്മുടെ ഭരണഘടന മുന്നോട്ടുവയ്ക്കുന്ന ലിംഗനീതി എന്ന മഹത്തായ ആശയത്തെ ഉൾക്കൊണ്ട് എല്ലാവർക്കും തുല്യനീതിയും അവസരങ്ങളും ലഭിക്കുന്ന ഒരു സമൂഹത്തിനായി നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.